ഹായ് ഹലോ മക്കളെ, ഉപദേശം രണ്ട് തരത്തിലുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഉപദേശമുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഉപദേശമുണ്ട്. എന്താണ് ഈ പോസിറ്റീവായിട്ടുള്ള ഉപദേശവും നെഗറ്റീവായിട്ടുള്ള ഉപദേശവും? നമ്മുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി തരുന്ന ഉപദേശങ്ങളും ഉണ്ട്. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട്. നമ്മുടെ ജീവിതം നന്നായിട്ട് മെച്ചപ്പെട്ട് അടിപൊളിയാവാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. ഉപദേശങ്ങൾ മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ആലോചിച്ച് നല്ലത് മാത്രം എടുക്കുക. ഉപദേശിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം നല്ലത് മാത്രമായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളത് വളരെയധികം ആലോചിച്ച് ശ്രദ്ധിച്ച് ഒരുപാട് ചിന്തിച്ചതിന് ശേഷം മാത്രം ആ ഉപദേശം ഉള്ളിലേക്ക് എടുക്കുക. നല്ലത് മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റൊരു ചെവിയിലൂടെ പുറത്തേക്ക് കളയുക. അതിനിപ്പോൾ ഏത് ഏജിലുള്ള ആൾക്കാർ തരുന്ന ഉപദേശമാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് ഈ തരുന്ന ഉപദേശം അതാരാണോ തരുന്നത് അവരുടെ ലൈഫിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ആണോ ഫോളോ ചെയ്യുന്നത്? നിങ്ങൾക്ക് തരുന്ന ഉപദേശം അതുപോലെയാണോ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവരങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു ശരിയായ ഉപദേശം ആകുള്ളൂ. മറ്റൊരാൾക്ക് അയാളുടെ ജീവിതം നശിച്ചു പോകാൻ വേണ്ടിയിട്ട് വേറൊരു വഴി പറഞ്ഞു കൊടുത്തിട്ട് സ്വന്തം ലൈഫിൽ അതൊന്നും അവർ തിരഞ്ഞെടുക്കത്തില്ല. സ്വന്തം ലൈഫിൽ അതൊന്നും അവർ യൂസ് ചെയ്യില്ല. സ്വന്തം ലൈഫിൽ അവർ വേറെ തീരുമാനങ്ങളായിരിക്കും എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അച്ഛന് 10-15 വർഷത്തിന് മുന്നേ അറ്റാക്ക് വന്നിട്ട് അങ്ങനെ മെഡിസിനൊക്കെ കഴിച്ച് സർജറിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ കുറച്ച് പേര് കാണാൻ വേണ്ടി വരും. കുറച്ച് നല്ല ആൾക്കാരും നല്ലതല്ലാത്ത ആൾക്കാരും ഒക്കെ കാണും. നമ്മുടെ ജീവിതം തുലയ്ക്കാനായിട്ട് വരുന്നവരും കാണും, നല്ല ഉദ്ദേശത്തോടെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്നവരും കാണും. അതിൽ വന്ന ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വന്ന ചിലരുണ്ട്. അവർ പറഞ്ഞു കൊടുത്ത ഉപദേശമാണ് ടാബ്ലറ്റ് കഴിക്കാൻ പാടില്ല. ശരിയാണ്, ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ളതെല്ലാം അടിച്ചു പോകും, കിഡ്നി അടിച്ചു പോകും എന്നൊക്കെ പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്, ശരിയാണ്. പക്ഷെ കഴിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചേ മതിയാവും. അതിപ്പോൾ ഞാനായാലും നിങ്ങളായി കഴിഞ്ഞാലും ആരായിക്കഴിഞ്ഞാലും നമുക്ക് അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കഴിച്ചേ പറ്റുള്ളൂ. ഞാനൊക്കെ ഒത്തിരി തവണ പറഞ്ഞു കൊടുത്തു ടാബ്ലറ്റ് കഴിക്കണം. പക്ഷെ അതിനേക്കാളും വലുതായിരുന്നു ചുറ്റുവട്ടത്തുള്ളവരും ഫ്രണ്ട്സും ഒക്കെ. അവരെയൊക്കെ അതിനേക്കാളും വിശ്വാസം കൂടുതലായതുകൊണ്ട് അവരെ ഒന്ന് ഉപദേശിച്ചു കൊടുത്തു. കഴിക്കാൻ പാടില്ല, മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചു കൊടുത്തു. അവരുടെ ലൈഫിൽ